نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وقال الذين كفروا لرسلهم لنخرجنكم من أرضنا أو لتعودن في ملتنا فأوحى إليهم ربهم لنهلكن الظالمين. ഏറെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകൾ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും കൃത്യത പുലർത്തി സൂക്ഷ്മത പുലർത്തി തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ത്യൻ സമൂഹം പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചുകൊണ്ടും അതിനെ പ്രതിരോധിച്ചുകൊണ്ടും ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷമഘട്ടങ്ങളെ മറികടക്കാനുള്ള ശ്രമങ്ങളുമായി കടന്നു പോവുകയാണ്. പൗരത്വം എന്ന ഒരു വിഷയം തന്നെ എല്ലായിടത്തും വലിയ ചർച്ചകൾ സൃഷ്ടിച്ചിരിക്കുന്നു. ലോകത്തിൻ്റെ വ്യത്യസ്തമായ രാജ്യങ്ങളൊക്കെ ഇത് ഏറ്റെടുക്കുകയും വലിയ തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. ഭരണഘടനയെ ബാധിക്കുന്ന ഒരു വിഷയം എന്ന നിലക്ക് ഇത് വളരെ ഗൗരവമുണ്ട് എന്നത് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. എല്ലാ വൈജാത്യങ്ങളും ഭിന്നതകളുമൊക്കെ മറന്ന് നാടിനു വേണ്ടി എല്ലാവരും ഒന്നിക്കുന്ന മനോഹരമായ ഒരു കാഴ്ച ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ, പ്രത്യേകിച്ചും ഇന്ത്യയുടെ ഭാഗത്തൊക്കെ നമ്മൾ കാണുകയാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ചു കാലങ്ങളായി ലോകത്തും ഇന്ത്യയിലുമൊക്കെ ഇസ്ലാമിനെക്കുറിച്ചുള്ള ഭീതിയും പേടിയുമൊക്കെ പ്രചരിപ്പിക്കുകയും ഇസ്ലാമോഫോബിയ എന്ന നിലയ്ക്ക് തന്നെ അത് ആളുകൾക്കിടയിൽ വലിയ വിഷം കടത്തിവിടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ വ്യാപകമായിട്ട് മുസ്ലിങ്ങൾ പ്രത്യേകിച്ചും തീവ്രവാദികളാണ് എന്നും ഭീകരവാദികളാണ് എന്നൊക്കെയുള്ള വളരെ ആസൂത്രിതമായ പ്രചരണങ്ങളാണ് കുറച്ചു കാലങ്ങളായി ഇന്ത്യയിലും നമ്മുടെ ലോകത്തുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ സമൂഹം ഒന്നിച്ച് നിൽക്കുന്ന ഒരു സമയമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമരങ്ങളൊക്കെ, നമ്മുടെ പ്രതിഷേധങ്ങളൊക്കെ സഭ്യമാവണം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ഒരു കൾച്ചറുണ്ട്, നമ്മുടെ ഒരു സംസ്കാരമുണ്ട്, അത് വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. ആ വിശ്വാസത്തിൻ്റെ പ്രകാശം, അതിൻ്റെ മഹത്വം, അതിൻ്റെ ഔന്നത്യം എന്ന് പറയുന്നത് നമ്മുടെ കർമ്മങ്ങളിലും ജീവിതത്തിലും ഉടനീളം ഉണ്ടാകേണ്ടതാണ്. ആ നിലക്ക് നമ്മുടെ ഏത് സമരമാവട്ടെ, ഒരു വാക്കുകൊണ്ട്, ഒരു എഴുത്തുകൊണ്ട്, നമ്മുടെ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഒക്കെ നമ്മൾ കുറിച്ചിടുന്ന വരികൾ പോലും അതൊരു സമരത്തിന്റെ മാർഗങ്ങളായിരിക്കും. പക്ഷേ അതൊക്കെ സഭ്യമാകണം എന്ന് പ്രത്യേകം
നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർക്കുക. അതുപോലെ തന്നെ സഭ്യമാകുന്നത് പോലെ തന്നെ സമാധാനപരമായി ആകണം നമ്മുടെ ഇടപെടലൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജനാധിപത്യ രാജ്യത്തെ ഉൾക്കൊണ്ടും ഇസ്ലാമിക സംസ്കാരങ്ങൾ മുറുകെ പിടിച്ചുമാകണം നമ്മൾ ഏത് മുന്നേറ്റങ്ങളിൽ ഇടപെടുകയാണെങ്കിലും ചെയ്യേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അനാവശ്യമായ മുദ്രാവാക്യങ്ങളോ, ഇപ്പോൾ വലിയ ഹൈന്ദവ സമൂഹത്തിൽ തന്നെ വലിയൊരു വിഭാഗം ആളുകൾ നമ്മളോട് കൂടെ ഈ വിഷയത്തിൽ നമ്മളോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു മുസ്ലിം പ്രശ്നം എന്നതിനപ്പുറത്തേക്കുള്ള വിഷയം എന്ന നിലക്ക് കണ്ട് തന്നെ നമ്മളോട് തോൾ ചേർന്ന് നിന്നാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ തുരങ്കം വെക്കുന്ന, അതിനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങളോ വർഗീയ തരത്തിലുള്ള ആളിക്കത്തിക്കുന്ന രൂപത്തിലുള്ള നമ്മളുടെ ഇടപെടലുകളോ ഒന്നും ഇല്ലാതിരിക്കാൻ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി എറണാകുളത്ത് സംഘടിപ്പിച്ച, ഇന്ന് വൈകിട്ട് കോഴിക്കോട് സംഘടിപ്പിക്കുന്ന സമരമൊക്കെ അതിന്റെ ഭാഗമാണ്. എറണാകുളത്ത് സംഘടിപ്പിച്ച മുസ്ലിം കോർഡിനേഷന്റെ മുഴുവൻ സംഘടനകളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് സംഘടിപ്പിച്ച സമരം ലോകത്ത് തന്നെ വലിയ ചർച്ചയാവുന്ന തരത്തിലേക്ക് ഒരു വലിയ മുന്നേറ്റമായി അതിനെ സ്വീകരിക്കുകയുണ്ടായ ആളുകൾ. ആ സമരത്തെ ദ ടെലഗ്രാഫ് പോലുള്ള പത്രങ്ങളൊക്കെ വിശേഷിപ്പിച്ച വലിയ ടൈറ്റിലുകൾ വലിയ ആവേശം പകരും നമുക്ക്. അത് പീസ്ഫുൾ ആൻഡ് പവർഫുൾ എന്നാണ് അതിന് മുദ്രാവാക്യമായി അവരുടെ തലക്കെട്ടായിട്ട് അവർ കൊടുത്തിട്ടുള്ളത്. സൂചിപ്പിച്ചത് ഇത് ഒരു ശക്തമായ സമര പോരാട്ടമാണ്, പക്ഷേ തികച്ചും സമാധാനപരമായി നമ്മുടെ ഐഡന്റിറ്റിയൊക്കെ കീപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു സമര മുന്നേറ്റമായി മാറേണ്ടതുണ്ട് എന്നത് പ്രത്യേകിച്ച് നമ്മൾ ഓർക്കുക. സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പരീക്ഷണ ഘട്ടമാണ് എന്നത് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ പരീക്ഷണ ഘട്ടത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമുക്കിതിൽ തുണയാവുക എന്താണ്, ഇത്തരം ഒരു പരീക്ഷണ ഘട്ടത്തിൽ നമ്മെ സഹായിക്കുന്ന വിഷയങ്ങൾ എന്താണ് എന്നത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കേവലം വൈകാരികതക്കപ്പുറത്തേക്ക് നമ്മുടെ റബ്ബുമായിട്ടുള്ള ബന്ധത്തെ അല്ലാഹു തആല പരിശോധിക്കുന്ന ഒരു വലിയ സന്ദർഭമാണ് ഇത്. നമ്മൾ മനസ്സിലാക്കുക, നമ്മളും പടച്ചോനും തമ്മിലുള്ള ബന്ധം എത്രമാത്രം ശക്തമാണ് എന്ന് അള്ളാഹു നമ്മെ പരിശോധിക്കുന്ന സന്ദർഭമാണ്. അതിൽ നമ്മൾ വിജയിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എത്ര വലിയ മുന്നേറ്റങ്ങൾ നടത്തിയാലും അതിൽ ബർക്കത്തില്ലാതെ പോകും എന്നതിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് നമ്മുടെ ഉള്ള് നന്നാക്കുക, അതുപോലെ തന്നെ റബ്ബുമായുള്ള ബന്ധം, റബ്ബിനോട് നമ്മൾ പാലിക്കേണ്ട കരാറുകൾ, അള്ളാഹു നമ്മളോട് പറഞ്ഞ താക്കീതുകൾ, അള്ളാഹു നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ, ഇതൊക്കെ നമ്മൾ വളരെ ഗൗരവത്തിൽ നിർവഹിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട സന്ദർഭമാണ് ഒന്ന്. രണ്ടാമത്തത്, മനുഷ്യത്വം നഷ്ടപ്പെടുമ്പോ, മനുഷ്യർക്ക് പ്രശ്നങ്ങൾ നേരിടുമ്പോ, മനുഷ്യരുടെ അവകാശങ്ങൾ നഷ്ടപ്പെടുമ്പോ മനുഷ്യരോട് ഒന്നിച്ചു നിൽക്കുക എന്നത് ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമ്മുടെ ബാധ്യതയാണ്. ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് നമ്മുടെ ബാധ്യതയാണ്. മുഅ്മിൻ എന്ന നിലയ്ക്ക് നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവരാകണമെന്നില്ല. ആർക്കാണോ നീതി നിഷേധിക്കപ്പെടുന്നത്, ആരുടെ മേലാണോ അസത്യത്തിന്റെ പേരിൽ ഒരു വലിയ നിയമം അടിച്ചേൽപ്പിക്കുന്നത്, ആരോടൊക്കെയാണോ അനീതികൾ കാണിക്കപ്പെടുന്നത്, അവിടെ മുസ്ലിമിന് വലിയ ബാധ്യതയുണ്ട് എന്ന് നമ്മൾ മറക്കരുത്. അപ്പൊ മനുഷ്യരുമായുള്ള ബന്ധവും വളരെ പ്രധാനമാണ്. രണ്ട് കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഒന്ന്, അള്ളാഹു ഈ ഘട്ടത്തിൽ നമ്മളെ വിജയിപ്പിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. അതിൽ അള്ളാഹുമായിട്ടുള്ള നമ്മുടെ ബന്ധം വളരെ വളരെ പരിശുദ്ധമാകേണ്ടതുണ്ട്. രണ്ട്, മനുഷ്യരുമായുള്ള നമ്മുടെ ബന്ധം അതും പവിത്രമാകേണ്ടതുണ്ട് എന്നാണ് നമ്മൾ അറിയേണ്ടത്. അടിച്ചമർത്തപ്പെടുമ്പോ, നമ്മൾ തകർക്കപ്പെടുമ്പോ, നമ്മൾ ദുർബലരാക്കപ്പെടുന്ന സന്ദർഭത്തിൽ ഈ രണ്ട് ശക്തി കൊണ്ട് മാത്രമേ നമുക്ക് ഈ സമരങ്ങളെയൊക്കെ മുന്നിൽ നിന്ന് ജയിക്കാനും അതുപോലെ തന്നെ മുന്നോട്ട് പോകാനും സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ സഹായം ഇതിൽ വളരെ പ്രധാനമാണ്. അതോടൊപ്പം നമ്മളെ കൂടെ ജീവിക്കുന്ന ആളുകളുടെ സഹായം, സഹകരണം ഈ സന്ദർഭത്തിൽ വളരെ പ്രധാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മൾ ചേർന്ന് നിൽക്കുക, നമ്മൾ ചേർന്ന് നിൽക്കേണ്ട സന്ദർഭമാണ്. അള്ളാഹുവിനോട് നന്നായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട്, ളരിബത അലൈഹിമുദ്ദില്ല ഐനമാ സുഖിഫു ഇല്ലാ ബിഹബ്ലിൻ മിനല്ലാഹ് വഹബ്ലിൻ മിനന്നാസ്. ളരിബത അലൈഹിമുദ്ദില്ല ഐനമാ സുഖിഫു, അള്ളാഹുവിൽ നിന്നും മനുഷ്യരിൽ നിന്നുമൊക്കെയുള്ള ഒരു ഹബ്ല്, ലാ ബിഹബ്ലിൻ മിനല്ലാഹ് വഹബ്ലിൻ മിനന്നാസ്, അള്ളാഹുവിൽ നിന്നുള്ള ഒരു കയറ്, അതുപോലെ തന്നെ മനുഷ്യരുടെ ഇടയിൽ നിന്നുള്ള ഒരു കയറ്, ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടല്ലാതെ നിങ്ങൾ നിന്ദിക്കപ്പെടുമ്പോ, നിങ്ങൾ അടിച്ചമർത്തപ്പെടുമ്പോ, അധമത്വത്തിന്റെ വഴികളിൽ നിങ്ങൾ പീഡിപ്പിക്കുമ്പോ നിങ്ങൾക്ക് രക്ഷ കിട്ടുള്ളൂ. ഈ രണ്ട് വഴികളിൽ നിന്നാണ് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗമുണ്ടാവുകയുള്ളൂ എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണിത്.
നിങ്ങളെ പീഡിപ്പിക്കുക, അടിച്ചമർത്തപ്പെടുക, അധമത്വത്തിന്റെ വഴികളിലേക്ക് നിങ്ങളെ കൂപ്പുകൊത്തി വിട്ടുകൊണ്ടുപോവുക, അതുപോലെ തന്നെ നിന്ദ്യന്മാരായി നിങ്ങളെ ഒതുക്കാൻ ശ്രമിക്കുമ്പോ അള്ളാഹുവിൽ നിന്നുള്ള ഒരു കയർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനുള്ള ബന്ധാണത്. അതുപോലെ തന്നെ ജനങ്ങളുടെ അടുക്കൽ നിന്നുള്ള ഒരു കയർ. ഈ രണ്ട് കാര്യങ്ങൾക്കാണ് നിങ്ങളെ ശക്തിപ്പെടുത്താൻ കഴിയുക, നിങ്ങളെ സഹായിക്കാൻ കഴിയുക എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ കൽപ്പനകളെ നാം മുഖവിലക്കെടുക്കുക, അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നിറവേറ്റുക, മനുഷ്യർ തമ്മിൽ സഖ്യമുണ്ടാക്കുക എന്നതാണ്. അതുപോലെ തന്നെ നാം ചേർന്ന് നിൽക്കുകയും ചെയ്യുക എന്നത് ഈ സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടാണ്. നോക്കൂ, ജൂതന്മാരുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ സൂചിപ്പിച്ചാണ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തെ ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത്. ജൂതന്മാർ പലപ്പോഴും സഖ്യങ്ങൾ ഉണ്ടാക്കി, ചേർന്ന് നിൽക്കാനുള്ള ശ്രമം ഉണ്ടാക്കി, വളരെ ഐക്യപ്പെട്ടും അതുവരെ പ്രശ്നങ്ങളായി നിന്നിരുന്ന, യുദ്ധം ചെയ്തിരുന്ന ആളുകളൊക്കെ, പരസ്പരം പോരടിച്ചിരുന്ന ആളുകളായിട്ടൊക്കെ സഖ്യമുണ്ടാക്കി. പക്ഷെ അവർ ആദ്യത്തെ കാര്യം മറന്നുപോയി എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അവർ അള്ളാഹുവിന്റെ കരാറുകൾ മറന്നു, അള്ളാഹുവിന്റെ വിശ്വാസത്തെ ഗൗരവത്തിലെടുക്കാൻ അവർ മറന്നു, അള്ള പഠിപ്പിച്ച പല ബാധ്യതകളെയും അവർ മറന്നുപോയി എന്ന് ജൂതന്മാരെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ ആകേണ്ടവരല്ല നമ്മൾ സഖ്യമുണ്ടാക്കുന്നു, പലരുമായി ചേർന്ന് നിൽക്കുന്നു, പലപ്പോഴും ഭിന്നിച്ചു നിന്നിരുന്ന പലരും ഒരേ വേദിയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് മാത്രം പോരാ, അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ, അള്ളാഹുവിന്റെ ഹബ്ല് വളരെ പ്രധാനമാണ്. അതുകൂടി ഉണ്ടെങ്കിലേ നമുക്ക് ജയിക്കാൻ കഴിയുള്ളൂ എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ നിലക്ക് അത് വളരെ ഗൗരവത്തിൽ ഉൾക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. ഇസ്ലാം എന്ന് പറയുന്നത് തന്നെ സമാധാനത്തിന്റെ മതമാണ് എന്ന് നമ്മൾ ഉൾക്കൊള്ളുക. നമ്മുടെ പ്രവർത്തനങ്ങൾ അതുകൊണ്ട് തന്നെ സമാധാനപരമാകണം എന്നതും നമ്മൾ ഉൾക്കൊള്ളുക. അക്രമികളായിട്ടല്ല നമ്മുടെ മുൻഗാമികൾ ഇന്ത്യ മഹാരാജ്യത്തേക്ക് കടന്നു വന്നത്. ഇവിടെ വളർന്ന് പടർന്ന് പന്തലിച്ചതുമൊക്കെ അക്രമങ്ങൾ കൊണ്ടോ, അതുപോലെ തന്നെ മറ്റുള്ളവന്റെ തലവെട്ടിയിട്ടോ, മറ്റുള്ളവന്റെ മെക്കിട്ട് കയറിയിട്ടോ അല്ല എന്നത് നമ്മൾക്കൊക്കെ അനുഭവ സാക്ഷ്യങ്ങളുള്ളവരുണ്ട്. അതുപോലെ തന്നെ ചരിത്രം അതിന് സാക്ഷിയാണ്. അന്ന് വന്നവരൊക്കെ ഏകനായ പടച്ച തമ്പുരാനിൽ വിശ്വസിച്ചവരായിരുന്നു, അവനിൽ തവക്കുൽ ചെയ്തവരായിരുന്നു, അള്ളാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിച്ചവരായിരുന്നു. അതുപോലെ തന്നെ ആ ദൈവത്തിന്റെ അടിമകളാണ് ഇവിടുത്തെ സകല മനുഷ്യരെ എന്നും, അവരൊക്കെ അള്ളാഹുവിന്റെ അടിമകൾ എന്ന പോലെ തന്നെ ഒരേ സമുദായത്തിൽപ്പെട്ട ഒരു ഉമ്മത്തിൽപ്പെട്ട ആളുകളാണ് എന്നും അവർ വിശ്വസിച്ചു. എല്ലാം അള്ളാഹുവിന്റെ അടിമകളും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് എന്നും ഒരേപോലെ വിശ്വസിച്ചവരായിരുന്നു അവർ. അതുകൊണ്ട് അവർക്ക് ഏകോദര സഹോദരന്മാരായി ഒരുപോലെ ഒരു അണിയിൽ നിന്ന്, ഒരേ സഫിൽ നിന്ന് അണിചേർന്ന് മുന്നോട്ട് പോകാൻ അവർക്ക് സാധിച്ചു എന്നതാണ്. അതാണ് ഇവിടുത്തെ കേരളത്തിലും ഇന്ത്യ രാജ്യത്തുമൊക്കെ ഉണ്ടായ മതമൈത്രി, മാനുഷിക ഐക്യമൊക്കെ രൂപപ്പെട്ടതിന്റെ വലിയ ചരിത്രം എന്ന് പറയുന്നത്. എന്നാൽ അതേസമയം അക്രമകാരികളായി ഇന്ത്യയിലേക്ക് കടന്നു വന്നവരുണ്ട്. അറബികളൊക്കെ കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നത്. അവർ ഇവിടെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ വന്നതല്ല. അവർ മാന്യമായി കച്ചവടം ചെയ്തു. അവരുടെ വിശ്വാസത്തെ മറ്റുള്ളവർ കണ്ടുപഠിച്ചു. അവർ ഇസ്ലാമികമായി മര്യാദകൾ മനുഷ്യരോട് പാലിക്കാൻ ബാധ്യതപ്പെട്ടവരായിരുന്നു. ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച ഉപചാര മര്യാദകൾ, ആചാര മര്യാദകൾ, അനുഷ്ഠാന മര്യാദകൾ, പെരുമാറ്റ മര്യാദകൾ, ഇടപാടുകളിലെ മര്യാദകളൊക്കെ പാലിച്ചപ്പോ അവരുടെ ദർശനത്തെക്കുറിച്ച്, അവരുടെ ജീവിത മാർഗത്തെക്കുറിച്ച്, അവർ വിശ്വസിക്കുന്ന ആദർശത്തെക്കുറിച്ച്, ഇസ്ലാമിനെ കുറിച്ച് ഇവിടുത്തെ ആളുകൾ പഠിച്ചു. എല്ലാവരെയും ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ മതത്തിന് തടസ്സമില്ല എന്ന് അവർ ബോധ്യപ്പെടുത്തി. അടിമത്തവും ഐത്തവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇസ്ലാം കടന്നു വരുന്നത് ഇന്ത്യയിലേക്ക്. അവിടെ ഐത്യത്തിനപ്പുറത്ത് ജാതിയുടെ പേരിൽ നമ്മൾ തമ്മിൽ തല്ലേണ്ടവരല്ല എന്നും, ഏത് ജാതി ആയിക്കോട്ടെ, ഏത് കളറുള്ളവനായിക്കോട്ടെ, എത്ര പാവപ്പെട്ടവനായിക്കോട്ടെ, നമുക്ക് ചേർന്ന് നിൽക്കാൻ ഈ മതം അനുവദിക്കുന്നു എന്ന ഇതിന്റെ മാനവികതയുടെ വലിയ ദർശനത്തെ ആളുകൾക്കിടയിലേക്ക് പഠിപ്പിച്ചു കൊടുത്തപ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരുപാട് ആളുകൾ കൂട്ടം കൂട്ടമായി സവർണരിൽ നിന്നും അവർണരിൽ നിന്നുമൊക്കെ ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായത് എന്നത് വലിയ ചരിത്രമാണ്. എന്നാൽ അതേ സമയത്ത് അക്രമവുമായി ഈ നാടിന്റെ സ്വത്ത് കൊള്ളയടിക്കണമെന്ന് ആഗ്രഹിച്ച് ഇന്ത്യയിലേക്ക് കടന്നു വന്നവർ എന്താണ് ചെയ്തത്? അവർ ഇവിടുത്തെ ആളുകളെ തമ്മിൽ ഭിന്നിപ്പിക്കാനാണ് ശ്രമിച്ചത്, ഐക്യം തകർക്കാനാണ് ശ്രമിച്ചത്. എല്ലാവരെയും ഉൾക്കൊള്ളാൻ പഠിപ്പിച്ച ഇസ്ലാമിന്റെ ദർശനങ്ങൾ അവർ പുച്ഛത്തോടെ കണ്ടു. പരസ്പരം തമ്മിൽ തെറ്റിക്കാനാണ് അവർ ശ്രമിച്ചത്. പക്ഷെ അവിടെയും മുസ്ലിങ്ങൾ മാതൃകാപരമായി ഇടപെട്ടു. ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ എന്ന ഇസ്ലാമിന്റെ വലിയ സന്ദേശത്തെ അവർ ആളുകൾക്കിടയിൽ പഠിപ്പിക്കുകയായിരുന്നു. നമ്മെ ഭിന്നിപ്പിക്കാനും ഈ സൗഹൃദവും സാഹോദര്യവും ഒക്കെ തകർന്നു കാണണമെന്ന് ആഗ്രഹിച്ച
സ്വാർത്ഥ താല്പര്യക്കാർ, നിരന്തരമായി പണ്ടും പ്രശ്നമുണ്ടാക്കിയവർ, അവരുടെ പിന്മുറക്കാരാണ് ഇന്നും ഇവിടെ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, നമ്മളെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അന്ന് ഏതൊരു മാർഗത്തിലാണോ നമ്മൾ ഇത്തരം പ്രശ്നങ്ങളെ, കുതന്ത്രങ്ങളെ അതിജയിച്ചത്, അതേ പരിശുദ്ധ ഖുർആനിന്റെ സന്ദേശങ്ങൾ കൊണ്ട് നമ്മൾ ഈ ശ്രമങ്ങളെയും അതിജയിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ദുർബലരാകാതിരിക്കുക. വലാ തഹിനു വലാ തഹ്സനു, നിങ്ങൾ ദുർബലരായി പോകാതിരിക്കുക, നിങ്ങൾ സങ്കടപ്പെട്ട് പിന്മാറിപ്പോകാതിരിക്കുക എന്ന് ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്. നമ്മുടെ മേൽ ഇവിടെ വലിയ ബാധ്യതയുണ്ട്. ഇതൊരു സത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഇവിടെ നടക്കുന്നത് ഒരു നീതിക്ക് വേണ്ടിയുള്ള സമരങ്ങളാണ്. അതുകൊണ്ട് സമാധാനപരമായി നമ്മൾ ഇവിടെ ജിഹാദ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ജിഹാദ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവന്റെ തലയെടുക്കാനുള്ള സമരമാണ് എന്നൊക്കെ ഇവിടെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഖുർആനിലെ ജിഹാദി എന്ന പദത്തെ തന്നെ വ്യാപകമായി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഖുർആനിനെ പറ്റി, ഖുർആൻ കൊണ്ട് നിങ്ങൾ ധർമ്മസമരത്തിൽ ഏർപ്പെടുക എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, നിങ്ങൾ പരിശുദ്ധ ഖുർആൻ കൊണ്ട് വലിയ സമരം നടത്തുക, ജിഹാദ് നടത്തുക എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഖുർആൻ കൈ പിടിച്ച് മറ്റുള്ളവന്റെ തലയെടുക്കാനല്ലല്ലോ പറഞ്ഞത്. ഖുർആനിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഖുർആൻ കൊണ്ട് നിങ്ങൾ സമരം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ്. അല്ലാതെ ഖുർആൻ ഒരു വാളിന് പകരമായ ഒരു ആയുധമല്ല, തോക്കിന് പകരമായ ഒരു ആയുധമല്ല, അതുപോലെ തന്നെ ബോംബിന് പകരമായ ഒരു ആയുധമല്ല. അതുകൊണ്ട് ഖുർആൻ ഉൾക്കൊണ്ട് ജീവിക്കുക എന്നത് വലിയ ജിഹാദാണ് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ നിലക്ക് ഖുർആൻ മുറുകെ പിടിച്ച് മാതൃകാ മുസൽമാനായി റബ്ബിനോടുള്ള ബന്ധം ശക്തിപ്പെടുത്തി നമ്മൾ മുന്നോട്ട് പോവുക എന്നതാണ് ഇത്തരുണത്തിൽ നമ്മൾ സ്വീകരിക്കാനുള്ള മാതൃക. പൗരത്വ പ്രശ്നവും നാടുകടത്തലുമൊക്കെ, അതുപോലെ തന്നെ വിശ്വാസികളെ പീഡിപ്പിക്കലുമൊക്കെ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ സംഗതികളല്ല എന്ന് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. നിരവധി പേർ ആ മാർഗത്തെ, അത്തരം പ്രശ്നകലുഷിതമായ സാഹചര്യങ്ങളെ ഈമാൻ കൊണ്ട്, ക്ഷമ കൊണ്ട്, സബർ കൊണ്ട് അതിജയിച്ചിട്ടുണ്ട് എന്നത് ഇസ്ലാമിക ചരിത്രം വായിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അഗ്നികുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ വലിയ പരീക്ഷണത്തിനാണ് അദ്ദേഹത്തെ വിധേയമാക്കിയത്. അന്ന് അദ്ദേഹം പ്രഖ്യാപിച്ച ഒരു മുദ്രാവാക്യമുണ്ട്, ഹസ്ബി അല്ലാഹ് വനിഅമൽ വകീൽ എന്നത്. ഹസ്ബി അല്ലാഹ് വനിഅമൽ വകീൽ എന്നത്. അള്ളാഹുമായിട്ടുള്ള ബന്ധം ശക്തമായിരുന്നു ഇബ്രാഹിം നബിയുടെ. അതുപോലെ നമുക്കും ആവാൻ കഴിയണം. അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നമ്മൾ നിർവഹിക്കുന്നുണ്ടോ നമ്മൾ ആലോചിക്കുക. അള്ളാഹ് പറഞ്ഞ പ്രകാരമാണോ നമ്മൾ ഒരു മുസ്ലിമായി ജീവിക്കുന്നത് എന്നത് നമ്മൾ പരിശോധിക്കുക. വിശ്വാസ രംഗമാവട്ടെ, കർമ്മ രംഗമാവട്ടെ, നമ്മൾ ഇടപെടുന്നിടത്താവട്ടെ, ഇടപാടുകളിലാവട്ടെ, വിശുദ്ധരാണോ നമ്മൾ എന്ന് നമ്മൾ ആലോചിക്കുക. അപ്പോഴാണ് അള്ളാഹുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ നിലക്കുള്ള ജീവിതം പവിത്രമായിരുന്നു, വിശുദ്ധമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ധൈര്യപൂർവ്വം പ്രഖ്യാപിക്കാൻ പറ്റി, ഹസ്ബി അല്ലാഹ് വനിഅമൽ വകീൽ, എനിക്ക് എന്റെ റബ്ബ് മതി. മാത്രമല്ല, ആ റബ്ബിലാണ് ഞാൻ ഭരമേൽപ്പിക്കുന്നത്, റബ്ബിന്റെ സഹായം ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിന് തീർച്ചയായിരുന്നു. ആ നിലക്ക് അദ്ദേഹം വിശ്വസിച്ച് ജീവിച്ച് പ്രവർത്തിച്ചപ്പോ അള്ളാഹുവിന്റെ സഹായം ഉണ്ടായി. പ്രകൃതിയുടെ നിയമം, തീയുടെ നിയമം കത്തിക്കരിഞ്ഞ് ചാമ്പലാക്കുക എന്നതാണ്. പക്ഷേ ഇബ്രാഹിം നബിക്കുമേൽ അള്ളാഹുവിന്റെ വലിയ സഹായം ഉണ്ടായി. കത്തിക്കരിഞ്ഞ് ചാമ്പലാക്കുന്ന തീയോട് അള്ളാഹ് പറഞ്ഞു, നിന്റെ പ്രകൃതിയിലെ ഈ സ്വഭാവമല്ല ഇപ്പൊ എടുക്കേണ്ടത്, നീ തണുപ്പാവുക, നീ കുളിരാവുക, നീ തണുപ്പാവുക എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വേണ്ടി പ്രകൃതിയിൽ അള്ളാഹു നിശ്ചയിച്ച ഒരു നിയമത്തെ മാറ്റിമറിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സഹായം ഉണ്ടായി. അള്ളാഹിന്റെ സഹായം ഉണ്ടാകും. പക്ഷെ അള്ളാഹിനോടുള്ള ബാധ്യതകൾ പ്രിയപ്പെട്ടവരെ നമ്മൾ തീർത്തു എന്ന് ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ നമ്മൾ ഈ ചേർന്ന് നിന്നതിന്റെ ഫലം നഷ്ടപ്പെട്ടു പോകും. അള്ളാഹുവിന്റെ ഹൈറും ബർക്കത്തും നമുക്കില്ലാതെ പോകും. നമ്മൾ വിളിക്കുന്ന ഖുലൂ തക്ബീറിന് ആത്മാർത്ഥതയില്ലാതെ ആയിപ്പോകുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മളെ അള്ളാഹ് ഉറപ്പിച്ചു നിർത്തുന്നത് നമ്മുടെ മനസ്സിലെ അചഞ്ചലമായ വിശ്വാസം കൊണ്ടും നമ്മുടെ ജീവിതത്തിലെ വിശുദ്ധമായ സമീപനങ്ങൾ കൊണ്ടുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയും ഇതേ മന്ത്രധ്വനികൾ ഉരുവിട്ടത്. ഉഹുദിന്റെ രണാങ്കണത്തിൽ ഇസ്ലാമിക സമൂഹം ഒന്നിച്ചു നിന്നു. പക്ഷേ ഒരു ഇടവേളയിൽ അവർ ചെതറിപ്പോയി, വലിയ പരിക്കുകൾ ഉണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് മാരകമായ മുറിവേറ്റു. അവിടെ പിടഞ്ഞ് രക്തം വന്ന് വീണ് കിടക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, എല്ലാവരും പ്രയാസപ്പെട്ട് നിൽക്കുന്ന സന്ദർഭത്തിലാണ് അടുത്ത വാർത്ത. ശത്രുക്കൾ വീണ്ടും
ചുറ്റും സംഘടിച്ചിരിക്കുന്നു. അവർ അക്രമത്തിന് തയ്യാറായിരിക്കുന്നു. എന്ത് ചെയ്യുമെന്ന് ഒരു എത്തും പിടിയും കിട്ടാത്ത സന്ദർഭം. പെട്ടെന്ന് എല്ലാവരെയും സജ്ജരാക്കി തിരിച്ചടിക്കാനുള്ള സാഹചര്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രഖ്യാപിച്ച പോലെ അവരോട് പ്രഖ്യാപിച്ചു, ഹസ്ബിയല്ലാഹ് വനിഅമൽ വകീൽ, എനിക്ക് എന്റെ റബ്ബ് മതി, നമുക്ക് നമ്മുടെ റബ്ബ് കൂടെയുണ്ട് എന്ന വലിയ വിശ്വാസത്തെ, വലിയ പ്രതീക്ഷയെ അവർക്ക് പകർന്നു നൽകിയ ഇസ്ലാമിന്റെ ചരിത്രം പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലൊക്കെ നമുക്ക് പാഠമാകേണ്ടതുണ്ട്. അള്ളാഹുവിലേക്ക് നമ്മൾ കൂടുതലായി അടുക്കുക. ഖുർആൻ പറഞ്ഞല്ലോ, ഫഫിറു ഇലല്ലാഹ്, ഫഫിറു ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഓടിയെടുക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക്, അള്ളാഹു കൽപ്പിച്ച പ്രകാരമുള്ള മാർഗങ്ങളിലേക്ക് നമ്മൾ ഒരുപാട് മുന്നേറുക എന്നതാണ്. ഈ പ്രശ്നങ്ങളൊക്കെ കെട്ടടങ്ങും, നമ്മൾ വിജയിക്കും. നമ്മുടെ വിശ്വാസത്തിന്റെ കരുത്ത് കൊണ്ട്, നമ്മുടെ ക്ഷമയുടെ പവർ കൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഐക്യബോധം കൊണ്ട്, നമ്മുടെ സൗഹൃദം കൊണ്ട്, മനുഷ്യരെ മനുഷ്യരായി കണ്ട് മനുഷ്യരോട് ചേർന്ന് നിന്ന് മാനസികമായ വിഷയങ്ങളിൽ നമ്മൾ തോളോട് ചേർന്നിരിക്കുമ്പോൾ, നമ്മുടെ മനസ്സ് ശുദ്ധമാകുമ്പോൾ അള്ളാഹു നമുക്ക് വിജയം തരുമെന്നതിൽ സംശയമില്ല. ഇതേ സംഭവങ്ങളുടെ ആ പഴയ കാലത്ത് സംഭവിച്ച സംഭവങ്ങളുടെ ആവർത്തനങ്ങളാണ് ഇപ്പോഴൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, വഖാലല്ലദീന കഫറു ലിറുസുലിഹിം, അന്നത്തെ അവിശ്വാസികൾ, പ്രവാചകന്മാർ അവരുടെ പ്രബോധന പ്രവർത്തനങ്ങളുമായി ഓരോ നാട്ടിലേക്ക് വരികയും അവിടുത്തെ വിശ്വാസ വൈകൃതങ്ങളെ കുറിച്ച്, അവിടുത്തെ അധാർമികതയെ കുറിച്ച്, അവിടുത്തെ നീതി നിഷേധങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചപ്പോ അന്നത്തെ വിശ്വാസികൾ എന്താ ചെയ്തത്? വഖാലല്ലദീന കഫറു ലിറുസുലിഹിം, അന്നത്തെ പ്രവാചകന്മാരോട്, ദൈവദൂതന്മാരോട് അവർ പറഞ്ഞു, ലനുഖ്രിജന്നകും മിൻ അർദിന, ഈ നാട്ടിൽ നിന്ന് ഞങ്ങൾ നിങ്ങളെ പുറത്താക്കുക തന്നെ ചെയ്യും. ഞങ്ങളാണ് ഇവിടെ ഭൂരിപക്ഷം, ഞങ്ങളാണ് ഇവിടെ ശക്തിയുള്ളവർ, ഞങ്ങളാണ് ഇവിടെ അധികാരമുള്ളവർ, ഞങ്ങളാണ് ഇവിടുത്തെ പ്രമാണിമാർ, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നാട്ടിൽ പുറത്താക്കും, ഈ നാട്ടിൽ നിന്ന് പുറത്താക്കും. നിങ്ങൾക്ക് ഇവിടെ ജീവിക്കണോ? ഇവിടെ ജീവിക്കണമെങ്കിൽ എന്ത് വേണം? ഞങ്ങളുടെ മാർഗം നിങ്ങൾ പിന്തുടരുക. നിങ്ങളുടെ ഇസ്ലാമൊക്കെ വലിച്ചെറിയുക, ദീനൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഇവിടുത്തെ ഞങ്ങളുടെ ദീനുണ്ട്, ആ മതം, ആചാരം, അതെന്ത് സംസ്കാരമാണോ അതനുസരിച്ച് നിങ്ങൾ ജീവിക്കാൻ തയ്യാറാകണമെന്ന് ഖുർആൻ പറഞ്ഞു. ഇതിനെതിരെ അവർ ശക്തമായ പ്രതിരോധം തീർത്തു. എങ്ങനെ പ്രതിരോധം തീർത്തത്? അവരവരുടെ മനസ്സുകളെ ഇളക്കുമാറ് പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി അള്ളാഹിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്തു. അവരുടെ വിശ്വാസം എന്താണെന്ന് പറഞ്ഞു കൊടുത്തു. ഇത് യുദ്ധവും ഇവിടുത്തെ അധികാരം പിടിച്ചെടുക്കലും ഒന്നുമല്ല, ഇത് നാളെ പരലോകത്തെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള വലിയ വിശ്വാസ ദർശനമാണ് എന്ന് നിരന്തരമായി, നിർലോഭം, നിർഭയം അവർ അവിടുത്തെ സമൂഹത്തെ പരിചയപ്പെടുത്തി. എന്നിട്ടും അക്രമം കാണിച്ചപ്പോ അല്ലാഹ് എന്ത് ചെയ്തു? ഫൗഹാ ഇലൈഹിം, അവിടുത്തെ റസൂലുമാർക്ക് അള്ളാഹു വലിയ സന്ദേശം, വഹി അറിയിച്ചു കൊടുത്തു. അള്ളാഹുവിന്റെ സഹായം ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, എന്താണ് അവിടെ സംഭവിച്ചത്? എന്നിട്ടും അക്രമം കാണിക്കുന്നവരെ അള്ളാഹ് നോക്കിക്കോളും, അള്ളാഹ് അവരുടെ കാര്യം നോക്കിക്കോളുമെന്ന് കൃത്യമായി പരിശുദ്ധ ഖുർആൻ അവർക്ക് സന്തോഷ വാർത്ത കൈമാറുന്ന സന്ദർഭത്തെ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്ന് പ്രബോധന പ്രവർത്തനവുമായി വന്ന പ്രവാചകന്മാർ ദീനനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യം നഷ്ടപ്പെട്ടപ്പോൾ അവരെന്താണോ ചെയ്തത് അതിനെ പ്രതിരോധിക്കുകയും നന്മ കൊണ്ട് അതിനെ പ്രതിരോധിച്ച് യഥാർത്ഥ മാർഗത്തെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് നമ്മുടെ സമരമാർഗങ്ങളൊക്കെ ഇസ്ലാമികമാവണം, സംസ്കാര സമ്പന്നമാവണം. അല്ലാതെ ഇതിൽ നിന്ന് മുതലെടുപ്പ് നടത്തുക എന്നത് ഒരു മുസൽമാന് ചേർന്ന പണിയില്ല. ഇപ്പൊ മുസ്ലിങ്ങളൊക്കെ ഒന്നിച്ചു കൂടുന്ന സമയമാണ്. അല്പം വൈകാരികത ഒക്കെ ഇളക്കിവിട്ട് നമുക്ക് വോട്ട് വാങ്ങുണ്ടാക്കാമെന്ന് ശ്രമിക്കുന്ന ആളുകൾ ഉണ്ടാകും. അതല്ല, കുറച്ചൊക്കെ വർഗീയപരമായി ആളുകളെ ഹിന്ദു മുസ്ലിം ആ ഒരു സംഘർഷ ചേരിയിലേക്ക് ആളുകളുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാനുള്ള ഒരു അവസരമായി ഇതിനെ മുതലെടുക്കുന്നവരുണ്ടാകാം. അതിനൊന്നും അള്ളാഹിന്റെ തൗഫീഖ് ഉണ്ടാവില്ല എന്നത് ഖുർആനും പ്രവാചകനുമാണ് നമ്മളെ പഠിപ്പിച്ചത്. കൃത്യമായി അള്ളാഹുവിന്റെ മാർഗത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോവുക, അള്ളാഹിലേക്ക് നമ്മൾ നന്നായി അടുക്കുക, നമ്മുടെ പോരായ്മകളൊക്കെ പരിഹരിക്കാനുള്ള ശ്രമം ഉണ്ടാകുക. അപ്പൊ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും എന്ന് ഖുർആനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ആ നിലക്ക് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്ത് പ്രാർത്ഥിച്ച് നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരസജ്ജരായി മുന്നോട്ട് പോവുക. അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ഇസ്ലാമിക സമൂഹത്തിൽ മുസ്ലിങ്ങൾ ഉള്ളിടത്തൊക്കെ ഇത്തരത്തിൽ ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, ഇതിനേക്കാൾ രൂക്ഷമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്രയൊന്നും പ്രശ്നങ്ങളില്ലാത്ത സാഹചര്യവും കടന്നുപോയിട്ടുണ്ട്. കുറച്ചു കാലമൊക്കെ
ഇന്ത്യയിലും അങ്ങനെയായിരുന്നു നമ്മൾ മുന്നോട്ട് പോയിരുന്നത്. പക്ഷെ സാഹചര്യങ്ങൾ മാറി വരുന്നു. ഒരുപാട് ആളുകൾ ഇപ്പോഴത്തെ പ്രതിഷേധം അതിൻ്റെ മുന്നിൽ നിരയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്നു. ഇപ്പോഴുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവസാനിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. ഇനി അവസാനിച്ചില്ലെങ്കിലോ നമ്മളിത് പോരാടി മരിക്കേണ്ടി വരും. ഉറപ്പല്ലേ? പോരാടി മരിക്കേണ്ടി വരും എന്നത് ഒരു സത്യമാണ്. അതിന്റെ ഘട്ടത്തിലേക്കൊന്നും ഇവിടെ എത്തിയിട്ടില്ല, നമ്മളെ നാട് എത്തിയിട്ടില്ല. ഇതിന് പരിഹാരമാകുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷെ ഇത്തരം ഒരു ഘട്ടത്തിൽ നമ്മുടെ പ്രായം ചെന്ന ആളുകൾ, അതുപോലെ കുട്ടികളൊക്കെ വല്ലാതെ മാനസികമായ ടെൻഷൻ അടിക്കുന്ന സാഹചര്യമുണ്ട്, മുസ്ലിങ്ങൾ പ്രത്യേകിച്ചും. അപ്പോ നമ്മുടെ യുവാക്കളും അത്തരം ആളുകൾക്കൊക്കെ കൂടുതൽ കോൺഫിഡൻസ് കൊടുക്കുക, അതിന്റെ വസ്തുതകൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഇപ്പോൾ നടക്കുന്ന ഏകോപിച്ചുള്ള സമരങ്ങളെ കുറിച്ചുള്ള പ്രതീക്ഷകൾ അവർക്ക് പകർന്നു കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളൊക്കെ പേടിച്ച് ഇത്തരം വിഷയങ്ങളൊക്കെ പങ്കുവെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുട്ടികൾ ഇത്തരം കാര്യങ്ങളിൽ നാളെപ്പോൾ എന്താവും, അന്നെ വേറൊരു ടാങ്ക് കൊണ്ടുപോയിടോ, വേറൊരു തടങ്കലിൽ കൊണ്ടുപോയിടോ എന്നുള്ളതൊക്കെ കുട്ടികൾ തമ്മിൽ, ജ്യേഷ്ഠനും അനുജനും സഹോദരനും സഹോദരിമാരും ഒക്കെ സംസാരിക്കാൻ പ്രായമാകാത്ത കുട്ടികൾ എന്തോ ഒരു അപകടം വരുന്നു എന്നതൊക്കെ അവർ മനസ്സിലാകുന്നത് നല്ലതാണ്. പക്ഷേ അവർ പേടിച്ച് ജീവിക്കേണ്ടവരല്ലല്ലോ. അപ്പൊ അവർക്ക് ഇതിന്റെ വസ്തുതകൾ അവരുടെ ഭാഷയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതുപോലെ പ്രായമായവർ എവിടുന്നാ ഈ രേഖ കിട്ടുക എന്നുള്ള ആശങ്കപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. പലരും പല പഴയ രേഖകളൊക്കെ തെരഞ്ഞു നോക്കാൻ തുടങ്ങിയിട്ടുണ്ട് ബേജാറായിട്ട്. ഇതൊന്നും സമയമായിട്ടില്ല. പക്ഷേ അവർക്ക് എന്താണ് അതില് അവർക്ക് മാനസികമായ കരുത്തുണ്ടാകേണ്ടത് എന്ന നിലയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ബാക്കിയുള്ള ആളുകൾ അതിന്റെ ആവേശത്തെ ചോരാതെ നമ്മുടെ പ്രതീക്ഷ, നമ്മളെ ഒരുമ കാണിച്ചുകൊണ്ട് അവർക്ക് കൂടുതൽ മുന്നോട്ട് പോകാനുള്ള ഊർജം പകരേണ്ട സന്ദർഭമാണ് എന്നതാണ് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കാനുള്ളത്. അള്ളാഹു നമ്മയൊക്കെ സഹായിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. നമുക്ക് ഇങ്ങനെയാണ് കാണുന്നത്: അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ ജഹദിൽ ബലാ. അള്ളാഹുവേ, കഠിനമായ പരീക്ഷണങ്ങളിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു, ഞങ്ങളെ നീ സഹായിക്കണേ, ഞങ്ങൾക്ക് കാവൽ തരണേ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ ദർക്കി ശഖാ. നിരന്തരമായ ദൗർഭാഗ്യങ്ങളിൽ നിന്ന് ഞങ്ങളെ പടച്ചോനെ നീ കാത്തുരക്ഷിക്കണേ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ സൂഇൽ ഖലാ. അല്ലാഹുവേ, ദുർവിധികളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ ശമാതത്തിൽ അഗ്ദാർ. ശത്രുക്കൾ നമ്മുടെ ദുഃഖം, നമ്മുടെ വിഷമത്തിൽ അവർ സന്തോഷിക്കുക, അത്തരം ഒരു സാഹചര്യത്തിൽ നിന്നും ഞങ്ങൾക്ക് നീ തുണയാകണേ എന്ന് പ്രാർത്ഥിച്ചതായി കാണാം. നമ്മളും കഠിനമായ പരീക്ഷണങ്ങളെ തൊട്ടും നിരന്തര ദൗർഭാഗ്യങ്ങളെ തൊട്ടും ദുർവിധികളെ തൊട്ടും ശത്രുക്കൾ നമ്മുടെ പ്രയാസങ്ങളിൽ സന്തോഷിക്കുന്ന സാഹചര്യത്തെ തൊട്ടൊക്കെ നമ്മളും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മളെയൊക്കെ സഹായിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഒന്നൊരു കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്, ഇന്ന് കോഴിക്കോട് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഒരു വലിയ റാലി പ്രകടനം നടക്കുന്നുണ്ട്. കോഴിക്കോട് വൈകുന്നേരം ബീച്ച് ഏരിയയിലാണ് നടക്കുന്നത്. എറണാകുളത്തെ പോലെ തന്നെ ഒരു വലിയ സംഗമമായി അത് മാറേണ്ടതുണ്ട്. സാധിക്കുന്നവരൊക്കെ അതിൽ പങ്കാളികളാകാൻ ശ്രമിക്കുക. മറ്റൊന്ന്, ചെറുകാവ് പഞ്ചായത്തിലെ മുഴുവൻ ആളുകളുടെയും ഒരു കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും അതിനടിസ്ഥാനത്തിൽ നാളെ വൈകിട്ട് 4 മണിക്ക് പുളിക്കൽ തൊട്ട് 11 വരെ ചെറുകാവ് പഞ്ചായത്തിലെ മുഴുവൻ ആളുകളും ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് ഇതിനെതിരെയുള്ള ഒരു പ്രതിഷേധ മാനവിക പ്രക്ഷോഭ, ഈ ഒരു ജാഥ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. മുഴുവൻ ആളുകളും പുളിക്കലേക്ക് എത്തിച്ചേർന്ന് അതിൻ്റെ ഭാഗമാകണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ജാഥയും ഇത്തരമുള്ള പ്രകടനമൊക്കെ പോകുമ്പോൾ റോഡ് സൈഡിൽ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. അവരെ പറ്റി അടുത്തൊരു കമൻറ്റ് വായിച്ചത് ശ്രദ്ധിക്കേണ്ട ഒരു കമൻ്റായി തോന്നിയത്. പലപ്പോഴും ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല എന്നാണ് കരക്കിക്കുന്ന ആൾക്കാരുടെ വിചാരം. ഇതിങ്ങനെ കാണുമ്പോൾ ഇതിന്റെ ആവേശമൊക്കെ കേട്ട് നല്ല ഉഷാറായിട്ട് റോഡ് സൈഡിൽ നിന്നും ബിൽഡിങ്ങിന്റെ മുകളിലൊക്കെ നിന്ന് കാഴ്ച കാണുന്ന കുറെ സാധുക്കളുണ്ട്. ഓരോ വിചാരത്തിൽ നമ്മളൊന്നും ബാധിക്കണ വിഷയമല്ല എന്നുള്ള, അവരും കൂടി എന്ത് ചെയ്യണം, ഇതിലേക്ക് ഇറങ്ങി ഇതിന്റെ ഭാഗമാകുക എന്നുള്ളതാണ്. ഇവിടെ കാഴ്ചക്കാർ ആവശ്യമില്ലാത്ത സമയമാണ്, ഇവിടെ പണിയെടുക്കുന്നവരെയാണ് ആവശ്യമുള്ളത്. ഇത് നാളെയുടെ തലമുറയുടെ ഒരു വലിയ ആവശ്യമായ ഒരു സംഗതിയാണെന്ന് ബോധ്യം ഉണ്ടാകണം. അതുപോലെ തന്നെ ഇത് ഇന്ത്യ എന്ന രാജ്യത്തെ അതിന്റെ ഭരണഘടനയോടുകൂടി നിലനിൽക്കേണ്ട ഒരു സാഹചര്യത്തെ നിലനിർത്താനുള്ള സമരമാണ്. ഇവിടെ അലംഭാവം കാണിച്ചാൽ പിന്നീട് ചാൻസ് ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് എല്ലാവരും കിട്ടിയ ആയുസ്സിൽ ഒരു പുണ്യകർമ്മം ചെയ്യാൻ പറ്റുന്നുള്ള നിലക്ക് തന്നെ നല്ല നീയത്തോടു കൂടി ഇതിൽ പങ്കെടുക്കുക എന്നതാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. അത് പങ്കെടുക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ചാണ് ഞാനിത് സൂചിപ്പിച്ചത്. ഇതിൽ പ്രത്യേകമായ ഒരു സംസ്കാരം നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതുമുണ്ട് എന്നതാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഇവിടെ മഹല്ല് കമ്മിറ്റി, കണ്ണമ്പട്ടിക്കാവിലെ ചോലക്കോടുള്ള മഹല്ല് കമ്മിറ്റി, അവിടെ ഒരു ജനകീയ കമ്മിറ്റി, ഒരു ചികിത്സാർത്ഥം രൂപീകരിച്ചിട്ടുണ്ട്. അവിടെയുള്ള മുഹമ്മദ് എന്ന് പറയുന്ന ഒരു സഹോദരന് വർഷങ്ങളായി കരളിന് രോഗം ബാധിച്ച് വലിയ പ്രയാസത്തിലാണ്.
അപ്പോൾ ഡോക്ടർമാരുമായി കൺസൾട്ട് ചെയ്തപ്പോൾ ഇനി ജീവൻ നിലനിർത്താൻ അദ്ദേഹത്തിൻ്റെ കരൾ മാറ്റി വെക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന് ഡോക്ടർമാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ചികിത്സാ ചെലവ് താങ്ങാൻ പറ്റുന്ന ഒരു കുടുംബമല്ല അദ്ദേഹം. അതുകൊണ്ട് അവരുടെ നാട്ടുകാരും മഹല്ലും ഒക്കെ ചേർന്നുകൊണ്ടൊരു കമ്മിറ്റി MLA-യുടെയും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെയൊക്കെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുണ്ട്. അവർ നമ്മുടെ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരാളുടെ ജീവനുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ്. ഒരാളുടെ ജീവന് നമ്മുടെ മുമ്പിൽ യാചിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവനാണ് പകരം കൊടുക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ മകനോ സഹോദരനോ ആരോ ഒന്ന് കരൾ പകുത്തു കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ചികിത്സാ ചെലവ് ഭാരിച്ച ചെലവാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ആ ഒരു സൽക്കർമ്മത്തിൽ ഒരു സ്വതക്ക എന്നുള്ള നിലക്ക് നമ്മളെ കൊണ്ട് സാധ്യമാകുന്ന ഏറ്റവും വലിയ തുക നമ്മളതിലേക്ക് കൊടുക്കാൻ തയ്യാറാകണം. നമ്മുടെ ഏതെങ്കിലും ഒരു സന്തോഷമോ ഒരു ചെറിയ ഒരു ആശ്വാസത്തിനുള്ള സംഗതിയൊക്കെ ചിലപ്പോൾ മാറ്റിവെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ വളരെ അടിയന്തരമായി ഇത് നമ്മൾ ചെയ്യേണ്ട സംഗതിയാണ്. ഇതിൻ്റെ ഗൗരവത്തിൽ തന്നെ അത് നമ്മൾ പരിഗണിക്കണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അടുത്ത വെള്ളിയാഴ്ച, വരുന്ന വെള്ളിയാഴ്ച നമ്മുടെ മറ്റ് കലക്ഷനൊക്കെ മാറ്റിവെച്ച് ഇതിനു വേണ്ടി പ്രത്യേകമായ കലക്ഷൻ എടുക്കാമെന്ന് ഇവിടുത്തെ നമ്മുടെ മഹല്ല് ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട്. ആ നിലക്ക് എല്ലാവരും അതിനു വേണ്ടി പ്രത്യേകം ഒരുങ്ങി വരണം എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. അള്ളാഹു ഇത്തരം പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഈ രോഗത്തിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന് സഹോദരന് എത്രയും പെട്ടെന്ന് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ച നമ്മുടെ കൂട്ടത്തിൽ നിന്നും മരണപ്പെട്ടു പോയ പൊയ്ലി മൊയ്തീൻ കോയ സാഹിബ്, അദ്ദേഹത്തിന് വേണ്ടി നമ്മളൊക്കെ പ്രാർത്ഥിക്കണം. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല ഒരു മനുഷ്യനായി നമുക്കിടയിൽ ജീവിച്ചൊരു വ്യക്തിത്വമാണ് അദ്ദേഹം. എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് നമ്മളുമായി വളരെ സൗമ്യമായി ഇടപെട്ടുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിപ്പോയൊരു വ്യക്തിയാണ് അദ്ദേഹം. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ രൂക്ഷമാകുന്നതിന് മുമ്പ് സുബ്ഹി ജമാഅത്തിന് വരെ അദ്ദേഹം നമ്മുടെ പള്ളിയിൽ എത്തിച്ചേർന്നിരുന്നു. അവസാന ദിവസങ്ങളിൽ അദ്ദേഹം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ജീവിത സമയത്തൊക്കെ അദ്ദേഹം ഒരുപാട് പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ബഡ്സ് സ്കൂളിൻ്റെ ഒക്കെ PTA പ്രസിഡന്റായി അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. ആ രംഗത്തൊക്കെ അദ്ദേഹം ഒരുപാട് സേവനം ചെയ്തിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹം ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും അദ്ദേഹത്തിൽ നിന്ന് സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ ഖബർ ജീവിതം അള്ളാഹു വെളിച്ചവും വിശാലവുമാക്കി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ വിയോഗം കാരണം പ്രയാസം അനുഭവിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് അള്ളാഹു ആശ്വാസം പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മെയും അദ്ദേഹത്തെയും അവിടുത്തെ കുടുംബങ്ങളെയും ഒക്കെ നാളെ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, എല്ലാവിധ ഫിത്തനകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളെ കുടുംബങ്ങളെയും നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, രാജ്യത്ത് നടക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ മോചനം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, സമരസജ്ജരായി മുന്നിൽ നടക്കുന്നവർ, കൂടെ നിൽക്കുന്നവർ, അള്ളാഹു ഇതിന് സഹായവും സഹകരണവുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നവർ, അള്ളാഹുവെ എല്ലാവർക്കും നീ കരുത്ത് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അള്ളാഹു ഈ കിരാതമായ ഭരണത്തിൽ നിന്നും ഇത്തരം നിയമങ്ങളിൽ നിന്നുമൊക്കെ ഞങ്ങളെയും ഞങ്ങളുടെ നാടിനെയും നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, എല്ലാവിധ ഫിത്തന ഫസാദുകളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ നാടിനെയും ഈ രാജ്യത്തെയും ഞങ്ങളുടെ ദീനിനെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, ഞങ്ങളെ സഹായിച്ചവർ, ഞങ്ങളെ സ്നേഹിച്ചവർ, താങ്ങും തണലുമായവർ, അള്ളാഹുവെ എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുവെ, അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണ റഹ്മാനെ. അവർക്ക് നീ ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, മാരകമായ രോഗങ്ങളിൽ നിന്ന്, മാറാ രോഗങ്ങളിൽ നിന്ന്, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന്, കണിശമായ നിന്റെ വിചാരണകളിൽ നിന്ന്, കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് റഹ്മാനും റഹീമുമായ നാഥ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണമേ. അള്ളാഹുവെ, ഞങ്ങളുടെ പഠനത്തിലും ഞങ്ങളുടെ പരീക്ഷകളിലും ഞങ്ങളുടെ ജോലിയിലും ഞങ്ങളുടെ കച്ചവടത്തിലും ഞങ്ങളുടെ കുടുംബജീവിതത്തിലും ധാരാളം ഖൈറും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ധാരാളം സദുദ്ദേശങ്ങളോടെ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു നാഥ. ഞങ്ങളുടെ സദുദ്ദേശങ്ങളെയൊക്കെ നീ സഫലമാക്കി തരണ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഉത്തരം നൽകി നീ ഞങ്ങളെ സഹായിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا واجر والدينا من النار اللهم ادخلنا الجنة مع الأبرار اللهم أنت ولينا في الدنيا والآخرة توفنا مسلمين وألحقنا بالصالحين
توفنا مسلمين والحقنا بالصالحين اللهم إنا نعوذ بك من جهد البلاء اللهم إنا نعوذ بك من درك الشقاء اللهم إنا نعوذ بك من سوء القضاء اللهم إنا نعوذ بك من شماتة الأقدام اللهم إنا نعوذ بك من فتنة المحيا والممات اللهم ربنا لا تجعلنا فتنة للذين كفروا واغفر لنا ربنا إنك أنت العزيز الحكيم اللهم ربنا لا تجعلنا فتنة للذين كفروا واغفر لنا ربنا إنك أنت العزيز الحكيم ربنا عليك توكلنا وإليك أنبنا وإليك المصير ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين.